Welcome to Core Chronicle series of IAS Hub. Myself Rino Mariam. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർത്തേൺ ലൈറ്റ്സ് എന്ന ടോപ്പിക്കാണ്. എല്ലാ സഞ്ചാരികളുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നോർത്തേൺ ലൈറ്റ്സ് കാണുക. എന്താണ് നോർത്തേൺ ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ? സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആകാശത്തിലെ വർണ്ണക്കാഴ്ച. അപ്പോൾ നോർത്തേൺ ലൈറ്റ്സിനെ കുറിച്ച് നമുക്കൊന്ന് വിലയിരുത്താം. നോർത്തേൺ ലൈറ്റ്സിനെ സയന്റിഫിക് ലോകം വിശേഷിപ്പിക്കുന്നത് ഒറോറാസ് എന്നാണ്. നോർത്തേൺ ലൈറ്റ്സ് പോലെ തന്നെ സതേൺ ഹെമിസ്ഫിയറിൽ സതേൺ ലൈറ്റ്സും ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒറോറ എന്ന പ്രതിഭാസത്തെ നോർത്തേൺ ലൈറ്റ്സ് എന്ന് വിളിക്കുന്നത്? കാരണം ഭൂമിയിൽ ഒറോറ എന്ന പ്രതിഭാസം രണ്ട് സ്ഥലങ്ങളിലാണ് കാണാൻ സാധിക്കുക. ഒന്ന് നോർത്തേൺ പോളിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലും, രണ്ട് സതേൺ പോളിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലും. നമുക്ക് എല്ലാവർക്കും അറിയാം, നോർത്തേൺ പോളിനോട് ചേർന്നിരിക്കുന്ന രാജ്യങ്ങളാണ് നോർവേ, ഫിൻലൻഡ്, സ്വീഡൻ പോലുള്ള രാജ്യങ്ങൾ. അതേസമയം സതേൺ പോളിനോട് ചേർന്നിരിക്കുന്നത് അന്റാർട്ടിക്ക എന്ന് പറയുന്ന സ്ഥലമാണ്. പക്ഷെ അന്റാർട്ടിക്ക എന്ന വൻകരയിൽ മനുഷ്യവാസം ഇല്ല. അവിടെ ശാസ്ത്രപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആൾക്കാർ സ്റ്റേ ചെയ്യുന്നതും അതുപോലെ തന്നെ ശാസ്ത്രീയമായ എക്സ്പീരിമെന്റുകളാണ് അവിടെ നടന്നു പോകുന്നതും. അപ്പോൾ സാധാരണക്കാരായ മനുഷ്യര് ഒറോറ എന്ന പ്രതിഭാസം കാണാനായി പോകുന്നത് നോർവേ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുകൊണ്ടാണ് ഇതിനെ നോർത്തേൺ ലൈറ്റ്സ് എന്ന പേരിൽ വിളിക്കുന്നത്. നോർത്തേൺ ലൈറ്റ്സിനെ സയന്റിഫിക് ലോകം വിശേഷിപ്പിക്കുന്നത് ഒറോറ ബോറിയാലിസ് എന്നാണ്. ഇതുപോലെ തന്നെ സതേൺ ഹെമിസ്ഫിയറിൽ കാണപ്പെടുന്ന ഈ ആകാശവർണ്ണ വിസ്മയത്തെ വിളിക്കുന്നത് അറോറ ഓസ്ട്രാലിസ് എന്നും ആണ്. അപ്പോ ചുരുക്കി പറഞ്ഞ രണ്ട് തരത്തിൽ അറോറാസ് ഉണ്ട്. ഒന്ന് അറോറ ബോറിയാലിസ്, അത് നോർത്തേൺ പോളിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ കാണുന്നു. രണ്ട് അറോറ ഓസ്ട്രാലിസ്, അത് സതേൺ പോളിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്നു. ഇനി എന്തുകൊണ്ടാണ് ഈ അറോറ ഫോം ചെയ്യുന്നത്? അറോറ ഫോം ചെയ്യാനുള്ള പ്രധാന കാരണം സൂര്യനിൽ നിന്ന് വരുന്ന സോളാർ വിൻഡുകളാണ്. എന്താണ് സോളാർ വിൻഡ് എന്ന് പറയുന്നത്? ഭൂമിയിൽ വിൻഡ് ഉണ്ടാവുന്നത് പോലെ തന്നെ സൂര്യനിൽ നിന്നും ചിലപ്പോഴൊക്കെ സൂര്യവാതം അഥവാ സോളാർ വിൻഡുകൾ ഭൂമിയിലോട്ട് പ്രവഹിക്കാറുണ്ട്. ഈ സോളാർ വിൻഡുകൾ ഭൂമിയിലെത്താതെ അതിനെ ഭൂമിയെ സംരക്ഷിച്ചു നിർത്തുന്നത് ഇൻവിസിബിൾ ആയിട്ടുള്ള ഭൂമിയുടെ ജിയോ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോളാർ വിൻഡുകൾ ഭൂമിയിലോട്ട് അടിക്കുമ്പോൾ സ്വാഭാവികമായും അതിനുള്ളിൽ കുറച്ച് ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിളും പ്ലാസ്മ പാർട്ടിക്കിൾസും ഉണ്ടാവാറുണ്ട്. ഇവ ഭൂമിയിലോട്ട് കടക്കാതെ ഭൂമിയുടെ ജിയോ മാഗ്നറ്റിക് ഫീൽഡ് ഇവയെ ഷീൽഡ് ചെയ്യുന്നതായിട്ട് കാണാം. പക്ഷെ ചില സമയങ്ങളിൽ ഈ സോളാർ വിൻഡിന്റെ ശക്തി അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി കൂടുന്നതായിട്ട് കാണാം. സോളാർ വിൻഡിന്റെ ഇന്റൻസിറ്റി കൂടി സൂര്യന്റെ ഉപരിതലത്തിൽ നിന്നും ഒരുപാട് പ്ലാസ്മ പാർട്ടിക്കിൾ ഒരുമിച്ച് ഇജക്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊറോണൽ മാസ് ഇജക്ഷൻ. ഒരു തരത്തിൽ പറഞ്ഞാൽ സോളാർ വിൻഡിന്റെ ഇന്റൻസിറ്റി കൂടുന്നതിനെയാണ് കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന് പറയുക. കൊറോണ എന്ന് പറയുന്നത് സൂര്യന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. അവിടെ നിന്ന് പ്ലാസ്മ പാർട്ടിക്കിൾസ് പുറത്തോട്ട് ഇജക്ട് ചെയ്യുന്നതിനെയാണ് കൊറോണൽ മാസ് ഇജക്ഷൻസ് എന്ന് പറയുക. ഈ കൊറോണൽ മാസ് ഇജക്ഷൻസ് നടക്കുന്ന സമയങ്ങളിൽ സൂര്യനിൽ നിന്നുള്ള ഈ സ്മോൾ പാർട്ടിക്കിൾസും പ്ലാസ്മ പാർട്ടിക്കിൾസും ജിയോ മാഗ്നറ്റിക് ഫീൽഡും കഴിഞ്ഞ് ഭൂമിയുടെ അന്തരീക്ഷത്തിലോട്ട് പ്രവേശിക്കുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിലോട്ട് പ്രവേശിച്ചു കഴിയുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷം രൂപപ്പെട്ടിരിക്കുന്നത് പലതരം ഗ്യാസ് മോളിക്യൂൾസ് കൊണ്ടാണ്. നമുക്കറിയാം, അതിൽ തന്നെ അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് നൈട്രജനും ഓക്സിജനുമാണ്. അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന ഈ പ്ലാസ്മ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഭൂമിയിലുള്ള ഓക്സിജൻ ആറ്റംസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവ റെഡ് ആൻഡ് ഗ്രീൻ കളർ ലൈറ്റ്സ് എമിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ പ്ലാസ്മ പാർട്ടിക്കിൾസ് ഭൂമിയിലെ നൈട്രജനുമായി ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ബ്ലൂ ലൈറ്റ്സ് എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഭൂമിയിലെ പല വാതകങ്ങളുമായി നമ്മുടെ സൂര്യനിൽ നിന്നുമുള്ള ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിൽ പല കളറുകളിലുള്ള സ്പാർക്കുകൾ രൂപപ്പെടുന്നു.
അതാണ് നമ്മുടെ ആകാശത്തിന് ചുവപ്പ്, നീല, പച്ച നിറങ്ങൾ നോർത്തേൺ ലൈറ്റ്സിന്റെ സമയത്ത് ഉണ്ടാകുന്നതിന് കാരണം. ഇനി നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് നോർത്തേൺ പോളിലും സദേൺ പോളിലുമാണ് കാണുന്നതെന്ന്. അപ്പൊ കുറച്ചു പേർക്കെങ്കിലും ഇവിടെ ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഇത് നോർത്തേൺ പോളിലും സദേൺ പോളിലും മാത്രം കാണുന്നത്? കാരണം സൂര്യനിൽ നിന്ന് ഇജക്ട് ചെയ്യപ്പെടുന്ന ഈ പ്ലാസ്മ പാർട്ടിക്കിൾസ് ജിയോ മാഗ്നറ്റിക് ഫീൽഡുമായിട്ടാണ് ആദ്യം ഇന്ററാക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഭൂമിയുടെ ജിയോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഷേപ്പിന്റെ പ്രത്യേകത കൊണ്ടാണ് ഇത് നമ്മുടെ പോളാർ റീജിയൻസിൽ വിസിബിൾ ആവുന്നത്. ഇനി സാധാരണയായി അവിടെ മാത്രം ധ്രുവപ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ ഒരു പ്രോസസ് എന്തുകൊണ്ടാണ് ഈ വർഷം നമുക്ക് ലഡാക്കിൽ കാണാൻ കഴിഞ്ഞത്? അതിന്റെ കാരണം എന്ന് പറയുന്നത് 11 വർഷത്തിൽ ഒരിക്കൽ സൺസ്പോട്ട് ആക്ടിവിറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. സൂര്യനിൽ നിന്ന് വരുന്ന ഈ സോളാർ വിൻഡിലും കൊറോണൽ മാസ് ഇജക്ഷൻസിലും പീക്ക് ടൈംസും ലോ ടൈംസും ഉണ്ടാവാറുണ്ട്. അപ്പൊ ശാസ്ത്ര ലോകത്തിന്റെ നിരീക്ഷണ പ്രകാരം 2019 തുടങ്ങി 2025 വരെയുള്ള കാലയളവിൽ സൂര്യന്റെ സൺസ്പോട്ട് ആക്ടിവിറ്റിയുടെ ഭാഗമായി കൂടുതൽ സോളാർ വിൻഡുകൾ ഭൂമിയിലോട്ട് എത്തിപ്പെടുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അത് പ്രകാരം നമുക്കറിയാം 2019 തുടങ്ങി സോളാർ വിൻഡിന്റെ ഇന്റൻസിറ്റി കൂടി തുടങ്ങി. അതുകൊണ്ടാണ് 2025 വരെയാണ് ഈ പ്രതിഭാസം നിൽക്കുമെന്ന് നമ്മൾ കരുതപ്പെടുന്നത്. അപ്പൊ 2024 ആയപ്പോഴേക്കും അവിടെ നിന്ന് വരുന്ന ഇജക്ഷൻസിന്റെയും അവിടെ നിന്ന് വരുന്ന പ്ലാസ്മ പാർട്ടിക്കിൾസിന്റെയും അളവ് കൂടിയത് കൊണ്ടാണ് 2024 ആയപ്പോഴേക്കും നമുക്ക് ഈ പ്രതിഭാസം ഇന്ത്യ വരെ കാണാനായി സാധിക്കുന്നത്. എത്രത്തോളം സോളാർ വിൻഡ് ഇന്റൻസ് ആവുമോ അത്രത്തോളം പാർട്ടിക്കിൾസ് ഭൂമിയിലോട്ട് വരികയും അത് ഭൂമിയുടെ പല ഭാഗങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ വർഷം നമുക്ക് ലഡാക്കിൽ ഇത് കാണാൻ സാധിച്ചത്. മേ ബി നെക്സ്റ്റ് ഇയർ, അതായത് 2025 അപ്പോഴാണ് സോളാർ വിൻഡിന്റെ ആക്ടിവിറ്റി പീക്കിലെത്തുമെന്ന് നമ്മൾ കരുതപ്പെടുന്നത്. ആ ഒരു സമയത്തും നമുക്ക് ഒരു പക്ഷേ വീണ്ടും ഈ ഒരു പ്രതിഭാസം ഇന്ത്യയിൽ നിന്ന് കാണാനായി സാധിച്ചേക്കാം. ഇനി ഈ സോളാർ വിൻഡ് നമുക്ക് ഒരു വർണ്ണ കാഴ്ച മാത്രമാണോ? ഇത് ആകാശത്തിൽ മനോഹരമായ വർണ്ണങ്ങൾ ഉണ്ടാക്കുക മാത്രമാണോ ചെയ്യുന്നത്? അല്ല. സോളാർ വിൻഡ് വഴി വരുന്ന ഈ പാർട്ടിക്കിൾസിന് കുറച്ച് നെഗറ്റീവ് എഫക്ട്സ് കൂടെ ഉണ്ട്. അതിൽ ഒന്നാമത്തെ എഫക്റ്റ് ആണ് നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഓവർലോഡ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പല ഇലക്ട്രിക്കൽ സിസ്റ്റങ്ങളിലും ഇലക്ട്രിക്കൽ ആപ്ലിയൻസസിലും ജിയോ മാഗ്നറ്റിക്കലി ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പലപ്പോഴും വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസിന് കാരണമാവുകയും നമ്മുടെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ നശിപ്പിക്കുന്നതിന് കാരണമാവുകയും ചെയ്യാം. ട്രാൻസ്ഫോമേഴ്സിനെ ഇത് ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, സോളാർ വിൻഡ് ഭൂമിയിലോട്ട് വരുന്ന സമയത്ത് ഭൂമിക്ക് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്ന നമ്മുടെ സാറ്റലൈറ്റുകളെ അത് ഡാമേജ് ചെയ്യാം. അത് സാറ്റലൈറ്റുകളിൽ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ സാറ്റലൈറ്റുകളെ അത് ഡാമേജ് ചെയ്യും. അതുവഴി നമ്മുടെ ടെലി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ അത് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇതാണ് ഈ ഒരു പ്രതിഭാസത്തിന്റെ ഔട്ട്കംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ എന്താണ് നോർത്തേൺ ലൈറ്റ്സ് അഥവാ അറോറ, എന്താണ് അതിൻ്റെ ടൈപ്സ്, എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത്, അതിന്റെ ഭാഗമായി വരുന്ന സോളാർ വിൻഡ് എന്താണ് കൊറോണൽ മാസ് ഇജക്ഷൻസ്, എന്തുകൊണ്ടാണ് അത് ഇന്ത്യയിൽ വിസിബിൾ ആയത്, അതുപോലെ തന്നെ ഇതിന്റെ എഫക്ട്സ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ സെഷനിൽ വളരെ വിശദമായി ഡിസ്കസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സെഷൻ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള സെഷൻസ് നിങ്ങൾക്ക് കാണുന്നതിനായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ഞങ്ങൾക്ക് കമന്റ്സുകളുടെ രൂപത്തിൽ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ. ഹാവ് എ നൈസ്